ഇന്ന് നമ്മളിപ്പോൾ ബീഫ് കൊണ്ട് പെപ്പർ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അര കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബീഫ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അത് കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ആ മീറ്റിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ്, പിന്നെ രണ്ടാമത് അതിൻ്റെ ഒരു ബ്ലഡിൻ്റെ സ്മെല്ല്. മീറ്റ് നല്ല സ്മെല്ലുള്ള ഒരു മീറ്റാണ് ബീഫ്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കിയിട്ട് ആ ബീഫിനെ നമുക്ക് ഫ്രഷായിട്ട് പെപ്പർ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അര കിലോ ബീഫ് കൊണ്ടാണ് നമ്മൾ പെപ്പർ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു 3 മിനിറ്റ് ഈ ബീഫിനെ ഒന്ന് ചൂടാക്കണം. അടുപ്പത്ത് ബീഫ് വെച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ചട്ടിയിലാക്കി, മൺചട്ടിയിലാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഈ ബീഫ് ഒന്ന് ചൂടായി വരണം. നമ്മളിപ്പോൾ ബീഫ് കത്തിച്ച് തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേ ഇതുപോലെ ഒന്ന് തിളച്ച് പത വരുമ്പോൾ ആ ബീഫിൻ്റെ ഒരു ബ്ലഡും കൊഴുപ്പും എല്ലാം കൂടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും. വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബീഫിനെ കോരിയെടുക്കണം. ഒരു വെള്ളം വാർന്നു വന്ന പാത്രത്തിലോട്ട് കോരി മാറ്റാം. ബീഫ് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി. അപ്പോൾ കണ്ട ആ വെള്ളത്തിൽ ഇതിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പും ബ്ലഡിൻ്റെ ആ ഒരു ഇതുമൊക്കെ ആയി. ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഫ്രഷായി. അപ്പോൾ ഇനി ഇതെന്തിന് കൊള്ളാമെന്ന് ചിന്തിക്കരുത്. കാരണം ഇത് കുക്ക് ചെയ്തെന്ന് വെച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ബീഫിന് ഏകദേശം 1 മണിക്കൂറോളം വേവണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിതുപോലെ ഊറ്റി മാറ്റി വെച്ച ബീഫിനെ ഇനി ചട്ടി ചൂടാക്കിയിട്ട്, ചട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ചട്ടി ചൂടാകുമ്പോൾ വീണ്ടും നമ്മളിതിനെ നന്നായിട്ട് ഇനി ഒരു 45 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ബാക്കി നമുക്ക് ഗ്രേവി അടിക്കുമ്പോൾ നോക്കിയിട്ടിടാം. നന്നായിട്ടൊന്ന് മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരല്പം ഫ്രഷ് കുരുമുളക് അമ്മിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അമ്മിയില്ലാത്തവർക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ച ബീഫ് 45 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് വറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ട് മസാല അടിക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒരു 50 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു തുടം വെളുത്തുള്ളി. 1 കിലോ ബീഫിന് ഞാൻ 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനൊക്കെ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് രണ്ടും, പച്ചമുളക്. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചച്ചവ മാറി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ നമ്മളിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായി. ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടാണ് ബീഫ് വേവിച്ചത്, അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല. നമുക്ക് ബീഫിൻ്റെ മസാല ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി. അപ്പോൾ നമ്മളിട്ട ബീഫിൻ്റെ മസാലയും നന്നായിട്ട് വെന്ത് നന്നായിട്ട് മറിച്ച് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടണം. ഒരു 4
ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചതാണ്. പിന്നെ നമ്മൾ പെപ്പർ ബീഫിന് വേണ്ടി പൊടിച്ച് വെച്ച നല്ല ഫ്രഷ് കുരുമുളക് പൊടി, ഒരു 3 സ്പൂൺ കുരുമുളക് പൊടി മുഴുവൻ എടുത്ത് പൊടിച്ചതാണ്. അതിനെ കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കൊരല്പം വെള്ളം കൂടെ ആവശ്യമുണ്ട്. ഒരു കുഴഞ്ഞ പരുവത്തിന് വേണം നമുക്ക് ബീഫ് എടുക്കാൻ. നമ്മൾ ബീഫ് കൂടെ ഇട്ട് ഇനി നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് ബീഫ് ഒരു കുഴഞ്ഞ പരുവം വേണം. മാത്രമല്ല ബീഫിനൊരല്പം വേവ് കൂടെ ഉണ്ടാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ബീഫിലോട്ട് നന്നായിട്ട് മിക്സിങ് ആവണം. നമുക്കൊരു 10-25 മിനിറ്റ് കൂടെ ഇതൊന്ന് നന്നായിട്ട് തീ കത്തിച്ച് വറ്റിക്കണം. ഉപ്പ് എരിവും എല്ലാം ഉണ്ട്. അപ്പോൾ ബീഫ് പെപ്പർ റോസ്റ്റ് ഏകദേശം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ആ നാരങ്ങയുടെ ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടുത്തോ, ഇവിടെ പിടി, സൂം ചെയ്ത് പിടി. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വറ്റി റോസ്റ്റ് വരുവായി. പീസിൽ ഗ്രേവിയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തു. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പുറത്തൊരു 2 തണ്ട് കറിവേപ്പില, ഇട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒരു മണത്തിന് വേണ്ടിയിട്ട് എന്നെ പുറത്തോടെ വന്ന് വെച്ചോളൂ. അപ്പോൾ ഞങ്ങൾ കപ്പയുടെ കൂടെ ബീഫ് പെപ്പർ റോസ്റ്റും കൂടെ അടിക്കാൻ പോവുകയാണ്. ചൂട് കപ്പയും ബീഫും. പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെ നല്ല പച്ച വെളിച്ചെണ്ണയിലും ചുവ. ഞാൻ കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വന്ന് ചെയ്ത് നോക്കണം. ബീഫ് പെപ്പർ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ബീഫ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി.